ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് യൂറോപ്പിലെ വളരെ മനോഹരവും പലർക്കും അത്ര പരിചയവുമില്ലാത്ത ഒരു രാജ്യമായ ലിത്വാനിയയിലേക്കാണ്. ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ ഇവ മൂന്നും ബാൾട്ടിക് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലാറ്റ്വിയയിൽ നിന്ന് വെറും 3 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ലിത്വാനിയയിലേക്ക് എത്താൻ. ഈ കാണുന്നതാണ് വിൽനസിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളിൽ ഒന്നായ ഗേറ്റ് ഓഫ് ഡോൺ. 14-ാം നൂറ്റാണ്ടിൽ നഗരത്തിന്റെ സംരക്ഷണ മതിലിന്റെ ഭാഗമായി നിർമ്മിച്ചതാണ്. ഇവിടെയുള്ള വെർജിൻ മേരിയുടെ അത്ഭുത ചിത്രം ലോകമെമ്പാടുമുള്ള കത്തോലിക്ക തീർത്ഥാടകരെ ആകർഷിക്കുന്നു. ലിത്വാനിയയുടെ ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ് വിൽനസിലെ ഓൾഡ് ടൗൺ. ഇവിടെയുള്ള പ്രത്യേകതകൾ കല്ലുകൊണ്ട് നിർമ്മിച്ച പഴയ വഴികൾ, വർണ്ണാഭമായ പഴയ കെട്ടിടങ്ങൾ, ചെറിയ കഫേകൾ, ആർട്ട് ഗാലറികൾ, ചരിത്ര ദേവാലയങ്ങൾ. യൂറോപ്പിലെ ഏറ്റവും വലിയ സംരക്ഷിക്കപ്പെട്ട മധ്യകാല പഴയ നഗരങ്ങളിൽ ഒന്നാണ് ഇത്. നമ്മളിപ്പോൾ കാണുന്നത് സാധാരണ ഒരു ഡിജിറ്റൽ സ്ക്രീൻ അല്ല. ഇത് ലോകത്തെ വിവിധ നഗരങ്ങളിലെ ആളുകളെ തത്സമയം പരസ്പരം ബന്ധിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു കലാസൃഷ്ടിയാണ്. ഒരേ സമയം ഒരുപാട് രാജ്യങ്ങളുടെ വിഷ്വൽസ് കാണാൻ സാധിക്കുന്ന ഒരു കണക്റ്റിംഗ് പോർട്ടലാണ് ഇത്. വിൽനസിലെ ഈ പോർട്ടൽ ഇന്ന് നഗരത്തിന്റെ പ്രധാന കേന്ദ്രമായ ടൗൺ ഹാൾ സ്ക്വയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ യൂണിവേഴ്സിറ്റി. ഈ സർവകലാശാലയുടെ ലൈബ്രറി യൂറോപ്പിലെ ഏറ്റവും പഴക്കമേറിയ അക്കാദമിക് ലൈബ്രറികളിൽ ഒന്നാണ്. ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അപൂർവ പുസ്തകങ്ങളും കയ്യെഴുത്തു പ്രതിഭകളും ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. 450 വർഷത്തിലേറെ പഴക്കമുള്ള ഈ സ്ഥാപനം ലിത്വാനിയയുടെ വിദ്യാഭ്യാസത്തിന്റെയും ഗവേഷണത്തിന്റെയും അഭിമാനമായി ഇന്നും കണക്കാക്കപ്പെടുന്നു. വിൽനസിലെ ഓരോ തെരുവിനും ഓരോ കെട്ടിടത്തിനും നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട്. ഈ നഗരം ചരിത്രവും സംസ്കാരവും വിശ്വാസവും മനോഹരമായും ഇഴചേർന്നിരിക്കുന്ന ഒരു തുറന്ന മ്യൂസിയം പോലെയാണ്. ഇനി ലിത്വാനിയയുടെ ഏറ്റവും പ്രശസ്തമായ മറ്റൊരു ആകർഷണത്തിലേക്ക് നമുക്ക് പോകാം. വിൽനസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതപരവും ചരിത്രപരവുമായ സ്മാരകമായ വിൽനസിലെ കത്തീഡ്രലാണിത്. ഈ സ്ഥലത്ത് ആദ്യമായി ഒരു ക്രിസ്ത്യൻ പള്ളി പണിതത് 13-ാം നൂറ്റാണ്ടിൽ രാജാവ് ക്രിസ്തുമതം സ്വീകരിച്ച കാലത്താണെന്ന് കരുതപ്പെടുന്നു. പിന്നീട് പലതവണ തീപിടുത്തങ്ങളും യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായതിനെ തുടർന്ന് കത്തീഡ്രൽ പുനർനിർമ്മിക്കപ്പെട്ടു. ഇന്നീ കാണുന്ന മനോഹരമായ കെട്ടിടം 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നിയോ ക്ലാസിക്കൽ ശൈലിയിൽ നിർമ്മിച്ചതാണ്. ലിത്വാനിയയുടെ പല രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ശവകുടീരങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പ്രത്യേകിച്ച് സെന്റ് കാസ്മിയർ ചാപ്പൽ അതിന്റെ അലങ്കാര ഭംഗി കൊണ്ടും ആത്മീയ പ്രധാനം കൊണ്ടും പ്രശസ്തമാണ്. ഈ കാണുന്നതാണ് ഗെഡിമിനാസ് കാസ്റ്റിൽ ടവർ. ലിത്വാനിയയുടെ ദേശീയ പ്രതീകങ്ങളിൽ ഒന്നാണ് ഈ കോട്ട. ഗെഡിമിനാസ് എന്ന രാജാവാണ് ഈ കോട്ട നിർമ്മിച്ചത്. ഈ കോട്ടയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട്. ഒരു രാത്രി രാജാവ് ഗെഡിമിനാസ് ഒരു ഇരുമ്പ് ചെന്നായയുടെ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ച പുരോഹിതൻ പറഞ്ഞു, ഈ സ്ഥലത്ത് ഒരു വലിയ നഗരം രൂപപ്പെടും. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന വിൽനസ് എന്ന നഗരം സ്ഥാപിക്കപ്പെട്ടതെന്നാണ് വിശ്വാസം. ഈ ടവറിന്റെ മുകളിലേക്ക് കയറുമ്പോൾ മുഴുവൻ നഗരത്തിന്റെയും പനോരമിക് കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം ലിത്വാനിയയുടെ ദേശീയ പതാക അഭിമാനത്തോടെ ഇവിടെ പാറുന്നു. ലിത്വാനിയയിലെ ആളുകൾ പ്രകൃതിയെയും പാരമ്പര്യത്തെയും വളരെയധികം വിലമതിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ലിത്വാനിയയിലെ വനങ്ങൾ രാജ്യത്തിന്റെ ഏകദേശം 1/3 ഭാഗം മൂടുന്നു. രാജ്യത്തിന് ആയിരക്കണക്കിന് തടാകങ്ങളുണ്ട്. ലിത്വാനിയൻ ഭാഷ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജീവിച്ചിരിക്കുന്ന ഇൻഡോ യൂറോപ്യൻ ഭാഷകളിൽ ഒന്നാണ്. സംസ്കൃതവുമായും പോലും നിരവധി വാക്കുകൾ സാമ്യമുണ്ടെന്നാണ് ഭാഷാശാസ്ത്രജ്ഞർ പറയപ്പെടുന്നത്. ലോക പ്രശസ്തമായ ആംബർ എന്ന സ്വർണ്ണ നിറമുള്ള പ്രകൃതിദത്ത രത്നത്തിന് ലിത്വാനിയ പ്രശസ്തമാണ്. ബാൾട്ടിക് കടൽ തീരങ്ങളിൽ ഇന്നും ആംബർ കഷ്ണങ്ങൾ കണ്ടെത്താറുണ്ട്. ലിത്വാനിയയിലെ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്കും പ്രധാന സേവനങ്ങൾ നൽകുന്ന വിൽനസിലെ ഇന്ത്യൻ എംബസിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് വിൽനസിലെ കത്തീഡ്രൽ ബെൽ ടവർ. ലിത്വാനിയയിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളിലൊന്നായ ഈ ടവർ വിൽനസിന്റെ നഗരത്തിന്റെ പ്രധാന പ്രതീകങ്ങളിൽ ഒന്നാണ്. ഈ ടവറിലെ പഴയ ക്ലോക്കും മണികളും നൂറ്റാണ്ടുകളായി നഗരത്തിന്റെ സമയവും ചരിത്ര സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചരിത്രവും സംസ്കാരവും പ്രകൃതി സൗന്ദര്യവും ഒത്തുചേർന്ന നമ്മുടെ ലിത്വാനിയൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. വീണ്ടും കാണാനായി സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.